നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നാണ് ശനിദേവന്റെ ജന്മദിനം. ജ്യേഷ്ഠ അമാവാസി നാളിലാണ് ശനിദേവന്റെ ജന്മദിനം വരുന്നത്. അത് ഇന്നാകുന്നു. 2024 ജൂൺ 6 വ്യാഴാഴ്ചയാണ് ശനി ജയന്തി വരുന്നത്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഫലമായി ലഭിക്കുകയും ചെയ്യും. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ ശനി ജയന്തി ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അഥവാ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു. ജ്യോതിഷപ്രകാരം ഈ ശനി ജയന്തി ദിനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ശനിദേവൻ സ്വന്തം രാശിയായ കുംഭത്തിൽ ഇരിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ അവസരത്തിൽ ചന്ദ്രൻ അതിന്റെ ഉദാത്ത രാശിയിൽ സംക്രമിക്കുന്നതുമാകുന്നു. ശനി ജയന്തി ദിവസത്തിൽ ശനിദേവൻ തന്റെ മൂല ത്രികോണ രാശിയായ കുംഭം രാശിയിൽ നിൽക്കുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം കൂടിയാകുന്നു. ശനിദേവൻ കുംഭം രാശിയിലായിരിക്കുമ്പോൾ അത് ശശരാജയോഗം ജീവിതത്തിൽ കടന്നു വരുന്നതിന് സഹായകരമാകുന്നു. ശനി ജയന്തി നാളിലെ ശശരാജയോഗം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവന്റെ കടാക്ഷം ജീവിതത്തിൽ വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ് വളരെ അനുകൂലമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. സാമ്പത്തിക സ്ഥിതി ശക്തമാവുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ രീതിയിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ച അവസരങ്ങൾ തന്നെ കടന്നു വരും. ഏത് കാര്യവും വളരെയധികം ചിന്തിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഈ സമയം ഏറ്റവും ശുഭകരം. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ധനപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങൾക്ക് ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ അനുഗ്രഹത്താൽ അഥവാ ശനിയുടെ കടാക്ഷത്താൽ വളരെയധികം പ്രയോജനം ലഭിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ നിങ്ങളുടെ ബാങ്ക് ബാലൻസുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. അതായത് ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. പലവിധ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് രമ്യതയിൽ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നഷ്ടപ്പെട്ടതായ പല വസ്തുക്കളും കണ്ടെത്തുകയോ അത് നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതായി മാറുകയോ ചെയ്യാവുന്നതാകുന്നു. കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പുതിയ ചുമതലകൾ, പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് പുരോഗതിയിലേക്കുള്ള വഴി തെളിയുന്നതായ ഒരു സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കുടുംബജീവിതം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും. സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും കടന്നു വരുന്നതായ സമയം. അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് ഇരട്ടി നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി പറയാം. ഈ സമയം നിങ്ങൾക്ക് ശനിദേവന്റെ കടാക്ഷത്താൽ അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്ക് ശനിദേവന്റെ അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പണത്തിന്റെ അഭാവം മൂലം ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പ്രധാനമായും തീർപ്പാവാത്തതായ പല ജോലികളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ, അംഗീകാരം
നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയമാകുന്നു. ജീവിതത്തിൽ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ഉണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങൾ ലഭിക്കുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയോ അല്പം സമാധാനം ലഭിക്കുന്നതായ സമയം വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കുടുംബത്തിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ധനപരമായ ഉയർച്ച, ലഭിക്കാത്തതായ ധനം തിരികെ ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം. കൂടാതെ ഈ സമയം നിങ്ങൾ നൽകിയിരിക്കുന്നതായ പണം, കൈവായ്പ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലമാണ് എന്ന് തന്നെ പറയാം. ശനി ജയന്തി ദിനത്തിൽ രൂപം കൊള്ളുന്ന ശശരാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഏത് സാഹചര്യമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അത് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് ലാഭത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ സന്തോഷം, സമാധാനം പല വഴികളിലൂടെയും കടന്നു വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആവശ്യങ്ങൾ, എല്ലാം തന്നെ എന്ന് പറയുന്നില്ല, പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ശനിദേവന്റെ കടാക്ഷത്താൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ജീവിതത്തിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായ സമയമാകുന്നു. മത്സര പരീക്ഷകളിലും മറ്റും വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് കൈവരിക. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്പം പ്രതീക്ഷിക്കാം. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ വീട്ടുകയോ അല്ലെങ്കിൽ സമയം നീട്ടി കിട്ടുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം ചിട്ടി, ലോൺ, സഹായധനം തുടങ്ങിയ കാര്യങ്ങളും ലഭിക്കാവുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി മുൻപത്തെ അപേക്ഷിച്ച് അല്പം കൂടി ഉയരുവാൻ അല്ലെങ്കിൽ സമാധാനം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കരാറുകൾ, അനുകൂലമായ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഏത് കാര്യവും നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ശനി ജയന്തി ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലം വന്ന് ചേർന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം എള്ളുപയോഗിച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പരിഹാരം ചെയ്യുന്നവർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. കൂടാതെ ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നതും പരമശിവനെ ഭജിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ശനീശ്വരനെ ഭജിച്ച് ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും.